39ാമത് ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് കണ്ടിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് വീണ്ടും വലിയ വ്യത്യാസത്തില് കുതിപ്പ് തുടരുകയാണല്ലോ. എന്തായിരിക്കും കാരണം? ശരിയാണ്, വലിയ വ്യത്യാസമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഒരു 20 പോയിന്റിന്റെ വ്യത്യാസം ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിലുണ്ട്. അതായത് ഏഷ്യാനെറ്റിന് 93.57 പോയിന്റ് ലഭിച്ചപ്പോൾ റിപ്പോർട്ടറിന് ആകെ ലഭിച്ചിരിക്കുന്നത് 73.97 മാത്രമാണ്. ഈ വ്യത്യാസം മറികടക്കുക എന്നത് ഇനി അത്ര എളുപ്പമായിരിക്കില്ല. എന്തായാലും ഉണ്ണി ബാലകൃഷ്ണന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ ഏഷ്യാനെറ്റിനെ വലിയ രൂപത്തിൽ സഹായിക്കുന്നുണ്ട് എന്നത് എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല. 24 52.8 പോയിന്റോടെ ഇത്തവണയും 3-ാം സ്ഥാനത്ത് തുടരുമ്പോൾ മുൻപ് 4-ാം സ്ഥാനത്ത് വരെ എത്തിയിരുന്ന ന്യൂസ് മലയാളം 26.39 പോയിന്റുമായിട്ട് 6-ാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. 4ഉം 5ഉം സ്ഥാനങ്ങളിൽ യഥാക്രമം 38.68 പോയിന്റുമായിട്ട് മനോരമ ന്യൂസും അതുപോലെ തന്നെ 33.8 പോയിന്റുമായിട്ട് മാതൃഭൂമിയാണ് എത്തിയിരിക്കുന്നത്. മറ്റ് ചാനലുകൾ നോക്കുമ്പോൾ 20.93 പോയിന്റുമായിട്ട് ജനം TV 7-ാം സ്ഥാനത്തും അതുപോലെ തന്നെ 17.86 പോയിന്റുമായി കൈരളി ചാനൽ 8-ാം സ്ഥാനത്തുമാണ് ഇപ്പോഴും തുടരുന്നത്. അതിൽ തന്നെ 13.36 പോയിന്റുമായി ന്യൂസ് 18 ആണ് 9-ാം സ്ഥാനത്തുള്ളത്. ഏറ്റവും ഒടുവിലാകട്ടെ 8.58 പോയിന്റുമായിട്ട് മീഡിയ 1 ആണുള്ളത്. ഈ ഒരു പുതിയ റേറ്റിംഗോടെ ഏഷ്യാനെറ്റ് ന്യൂസിന് ബഹുദൂരം മുന്നിലെത്താൻ കഴിഞ്ഞത് റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും.